Hi everyone, welcome to once. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് S4K2 2024 റെഗുലേഷനിലെ ഫോർത്ത് സെമസ്റ്ററിൽ വരുന്ന സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1-ലെ ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സബ്ജക്റ്റിന്റെ കോഡ് PCCET 403. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിൽ, അതായത് S3-ൽ നമ്മൾ ഓൾറെഡി ഇതിന്റെ മുന്നേ ഉള്ള ഒരു പേപ്പർ സ്ട്രക്ചറൽ അനാലിസിസ് 1 എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിച്ചിരുന്നു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് S4-ൽ വരുന്ന സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറൽ അനാലിസിസ് 1-ൽ നമ്മൾ മെയിൻലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആണ് പഠിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ കൂടുതലും ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൽ എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ മെയിൻലി എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ച് അതിൻ്റെ അൺനോൺ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഫോഴ്സുകളോ ഡിസ്പ്ലേസ്മെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള പല പല മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മോഡ്യൂൾ 1-ൽ മെയിൻലി നമുക്ക് രണ്ട് ടോപ്പിക്സ് ആണുള്ളത്. ഫസ്റ്റ് മെത്തേഡ് ഇസ് നോൺ ആസ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് നോൺ ആസ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സും ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ആണ്. ദാറ്റ് ഈസ് നമ്മൾ ഒരു ജോയിന്റ് എടുത്തിട്ട് ആ ജോയിന്റിൽ വരുന്ന അൺനോൺ ഡിസ്പ്ലേസ്മെന്റ്സിനെയും സ്ലോപ്സിനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ദാറ്റ് ഈസ് ഹിയർ വിൽ ബി ഡിസ്കസിങ് എ പ്രോബ്ലം ഫോർ കാൽക്കുലേറ്റിംഗ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഫോർ എ ബീം വിത്ത് വൺ എൻഡ് ഫിക്സഡ് ആൻഡ് വൺ എൻഡ് റോളർ ആയിട്ടുള്ള സപ്പോർട്ട് ഉള്ള ഒരു ബീമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂസിങ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ABC എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ബീം ഉണ്ട്. ആ കണ്ടിന്യൂസ് ബീമിലെ A എന്ന് പറയുന്ന എൻഡ് ഒരു ഫിക്സഡ് എൻഡും C എന്ന് പറയുന്ന ഒരു എൻഡ് ഒരു റോളർ എൻഡ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ബീം ആയതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണ്. അപ്പോൾ ഈ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ യൂസിങ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്, രണ്ട് മെത്തേഡ്സ് ഞാൻ പറഞ്ഞു, മെയിൻലി രണ്ട് മെത്തേഡ്സ് ആണ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്സ് ആയിട്ടുള്ളത്. ആ രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡ് വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനാണ്. സോ ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് ദിസ്: അനലൈസ് ദ ടു സ്പാൻ കണ്ടിന്യൂസ് ബീം ഷോൺ ഇൻ ഫിഗർ യൂസിങ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആൻഡ് യു ഹാവ് ടു ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പൊ അനലൈസ് ചെയ്യാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ വരുന്ന എൻ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ആ എൻ മൊമെന്റ്സിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് അനാലിസിസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ദാറ്റ് ഓർ യങ്സ് മോഡുലസ് സെയിം ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് യങ്സ് മോഡുലസ് ഇയും ഐ എന്ന് പറഞ്ഞ പാരാമീറ്റർ ഒക്കെ സെയിം ആണെന്നാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ ആവണമെന്നില്ല, ചില ക്വസ്റ്റ്യന് സെയിം വരും, ചിലതിനകത്ത് ഡിഫറെന്റ് ആയിട്ട് തരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന AB എന്ന് പറയുന്ന ഒരു സ്പാൻ ഉണ്ട്. ആ സ്പാനിൽ ഒരു ലോഡ് ഉണ്ട് 60 കിലോ ന്യൂട്ടൺ. ഇറ്റ് ഇസ് ആക്ടിങ്, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 മീറ്റർ ആണെങ്കിൽ ദിസ് മച്ച് ഡിസ്റ്റൻസ് ഇസ് 4 മീറ്റർ. Remaining distance is given in the figure as 2 meters. So total it is 6 meter. And second span BC എന്ന് പറയുന്ന സ്പാനിൽ ഇറ്റ് ഇസ് എ UDL. UDLന്റെ സ്പാൻ എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. അവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് 30 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഇന്റൻസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് ടു കാൽക്കുലേറ്റ് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇസ് ടു കാൽക്കുലേറ്റ് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. അപ്പൊ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ പോർഷനെയും ഐസൊലേറ്റ് ചെയ്തെടുക്കുക. അതായത് AB എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. AB എന്ന് പറയുന്ന പോർഷൻ ബോത്ത് എൻഡ്സ് നമ്മൾ ഫിക്സഡ് ആയി കൺസിഡർ ചെയ്ത് ഇവിടെ ഒരു ലോഡ്, ആ ലോഡ് 60 കിലോ ന്യൂട്ടൺ ആണ്. ദിസ് മച്ച് ഡിസ്റ്റൻസ് ഇസ് ഡിസ്റ്റൻസ് 4 ആൻഡ് റിമൈനിങ് ഡിസ്റ്റൻസ് ഇസ് ഡിസ്റ്റൻസ് 2. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫിക്സഡ് എൻഡ് മൊമെന്റിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. ഒരു ബീം ആണെന്നുണ്ടെങ്കിൽ ആ ബീമിന് രണ്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് AB എന്ന് പറയുമ്പോൾ ഈ സ്പാൻ എയും ബിയും ആണെങ്കിൽ MFAB എന്ന് പറയുന്നതാണ് അതിന്റെ ആദ്യത്തെ ഫിക്സഡ് എൻഡ് മൊമെന്റ്. MFBA എന്ന് പറയുന്നതാണ് അതിന്റെ രണ്ടാമത്തെ ഫിക്സഡ് എൻഡ് മൊമെന്റ്. AB എന്ന് പറയുന്ന സ്പാനിന് വരുന്ന രണ്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ഇവർ രണ്ടുപേരുമാണ്. ഓക്കെ, ഇനി പോയിന്റ് ലോഡ് ആകുമ്പോൾ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കാനുള്ള നമുക്കുള്ള ഇക്വേഷൻ ആണ് ഇറ്റ് ഈസ് മൈനസ് WAB സ്ക്വയർ ബൈ L സ്ക്വയർ ആൻഡ് സെക്കൻഡ് വൺ ഇസ് പ്ലസ് WA സ്ക്വയർ B ഡിവൈഡഡ് ബൈ L സ്ക്വയർ. ഇതാണ് നമുക്കുള്ള രണ്ട് ഇക്വേഷൻസ് ഫോർ കാൽക്കുലേറ്റിംഗ് ഫിക്സഡ് എൻഡ് മൊമെന്റ് വെൻ ദ ലോഡ് ഇസ് ഗിവൻ ഇസ് എ പോയിന്റ് ലോഡ്. ഓക്കെ, പോയിന്റ് ലോഡ് ആയിട്ടാണ് ലോഡ് തരുന്നതെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ യൂഷ്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. W എന്ന് പറയുന്നത് 60 ആണ്. A എന്ന് പറയുന്നത് ഫ്രം ദ ഫിഗർ ഇറ്റ് ഇസ് 4 മീറ്റർ. B എന്ന് പറയുന്നത് ഫ്രം ദ ഫിഗർ ഇറ്റ് ഇസ് 2 മീറ്റർ. ടോട്ടൽ ലെങ്ത് 6 മീറ്റർ. സോ മൈനസ് 60 into 4 into 2 square divided by 6 square will give you an answer of minus 26.67. അതുപോലെ MFBA എന്ന് പറയുന്നത് W into
എ സ്ക്വയർ ബി, എ എന്ന് പറയുന്നത് എത്രയാണ് 4 മീറ്റർ, 4 സ്ക്വയർ ഇൻറ്റു ബി എന്ന് പറയുന്നത് 2 ആണ്, ഡിവൈഡ് ബൈ 6 സ്ക്വയർ വിൽ ഗിവ് യു ആൻ ആൻസർ ഓഫ് 53.33. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു പോയിന്റ് ലോഡ് വരുന്ന കേസിൽ നമ്മൾ ഫിക്സഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അതിന് പകരം ഒരു UDL ആണ് നമ്മുടെ സ്പാൻ BC എന്ന് പറയുന്ന സ്പാൻ. ഇതാണ് നമ്മുടെ BC എന്ന് പറയുന്ന സ്പാൻ. ആ സ്പാൻ 6 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ഇവിടെ തന്നിരിക്കുന്ന ലോഡ് ഒരു UDL ആണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു കേസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിക്സഡ് എൻഡ് മൊമെന്റ് എന്ന് പറയുന്നതിന് MFBC എന്നും MFCB എന്നുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിൽ MFBC എന്ന് പറയുന്നത് UDL ആവുമ്പോൾ ഇറ്റ് ബിക്കംസ് -WL² 12 and other one will be +WL² ഒന്ന് മൈനസും ഒന്ന് പ്ലസും ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് രണ്ടിന്റെയും സെയിം ആണ്. WL² 12 is the value for UDL. ഇനി W എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. L എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്, divided by 12. So you will get the answer as -90. MFBC is -90 ആണെങ്കിൽ MFCB will be +90 because only the sign is changing, the magnitude is same in case of a UDL. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്തൊക്കെ ലോഡ്സ് തന്നിട്ടുണ്ടോ ആ ലോഡ്സിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കുക. ഒരു സ്പാനിന് 2 ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് എന്നുള്ള രീതിയിൽ, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് is to write the slope deflection equation. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ അതും ഇതുപോലെ തന്നെ ഒരു സ്പാനിന് 2 സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്പാൻ എന്ന് പറയുന്നത് AB ആയതുകൊണ്ട് ആദ്യത്തെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ MAB will be equal to MFAB plus 2EI by L multiplied by 2 theta A plus theta B minus 3 delta divided by L. This is the slope deflection, basic slope deflection equation. AB എന്ന് പറയുന്ന സ്പാനിന്. ഇനി BA എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? MBA. എന്ത് ചെയ്താൽ മതി? A നെ എല്ലാം B ആക്കുക, B നെ എല്ലാം A ആക്കുക. So it will be MFBA plus 2EI by L multiplied by 2 theta B plus theta A minus 3 delta by L. This will be the slope deflection equation for span AB. ഒരു സ്പാനിന് 2 ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് പറഞ്ഞ പോലെ തന്നെ 2 മൊമെന്റ്സ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. AB എന്ന് പറയുന്ന മൊമെന്റും BA എന്ന് പറയുന്ന മൊമെന്റും. അപ്പൊ അതിന്റെ ബേസിക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് അറിയാവുന്ന പാരാമീറ്റേഴ്സ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് എൻഡ് ആണ്. ഓക്കെ, ഒരു ഫിക്സഡ് എൻഡ് ആണെങ്കിൽ നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറയുന്നത് is equal to 0 ആണ്. ഇവിടുത്തെ A എന്ന് പറയുന്ന പോയിന്റ് ആയതുകൊണ്ട് theta A is equal to 0. B എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ആണ്. സോ ഡെഫിനറ്റ്ലി there will be a slope. ആൻഡ് C എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹിഞ്ച് സപ്പോർട്ട് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു റോളർ സപ്പോർട്ട് ആണ്. അതിനാണെങ്കിലും there will be a value for slope. So here theta B and theta C will be unknown parameters. ഇനി ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇക്വേഷനിലുള്ള ഡെൽറ്റ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന എന്തെങ്കിലും സപ്പോർട്ട് സെറ്റിൽമെന്റ്, ഡിഫ്ലക്ഷൻ അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് we can directly take delta also as 0. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ MAB is equal to MFAB, അതായത് നമുക്ക് കിട്ടിയ ഫിക്സഡ് എൻഡ് മൊമെന്റ് പ്ലസ് 2EI by L എന്ന് പറയുന്നത് 6 ആണ്. ഐക്ക് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമായിരുന്നു. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇയും ഐയും സെയിം ആണെന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 2EI by L itself പ്ലസ് 2 theta A. theta A എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് theta B മൈനസ് ഡെൽറ്റ എന്ന് പറയുന്നതും 0 ആണ്. അപ്പൊ ഈ ടേമും ക്യാൻസൽ ആയി പോകും, ഈ ടേമും 0 ആയി പോകും, രണ്ടും 0 ആയി പോകും. സോ അവർ ഫൈനൽ ഇക്വേഷൻ ബിക്കംസ് MAB is equal to minus 26.67 plus 1/3 into EI theta B. Okay, theta A യും ഡെൽറ്റയും 0 ആയി പോയി. ഇനി സിമിലർലി what will be the equation for MBA? MBA equal to MFBA plus 2EI by L. L എന്ന് പറയുന്നത് 6 കൊടുത്തു. അവിടെ theta B ആണ് ആദ്യം വരുന്നത്. theta A 0 ആയി പോയി, ഡെൽറ്റ 0 ആയി പോയി. So the final equation becomes 53.33 plus 2/3 EI theta B. ഓക്കെ, അങ്ങനെയായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ആദ്യത്തെ സ്പാൻ കഴിഞ്ഞു. ഇതേപോലെ രണ്ടാമത്തെ സ്പാനിന്റെ ഇക്വേഷൻ എഴുതാം. രണ്ടാമത്തെ സ്പാൻ എന്ന് പറയുന്നത് BC ആണ്. അതിന്റെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഇങ്ങനെയാണ്: MBC is equal to MFBC plus
2EI by L multiplied by BC ആണ്. So 2 theta B plus theta C minus 3 delta by L. Similarly, MCB എന്ന് പറയുന്നത് will be MFCB plus 2EI by L multiplied by 2 theta C plus theta B minus 3 delta by L. നമ്മൾ ജനറൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ബി ആൻഡ് സി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയും ഇതുപോലെ പാരാമീറ്റേഴ്സ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ ബിയും അൺനോൺ ആണ്, തീറ്റ സിയും അൺനോൺ ആണ്. സോ ദ ഇക്വേഷൻ ഫോർ എം ബി സി വിൽ ബി -90, അതായത് അവിടുത്തെ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് ആണ്, പ്ലസ് 2EI by L multiplied by 2 theta B plus theta C minus delta 0 ആയതുകൊണ്ട് we can substitute there. So the final answer becomes MBC as -90 plus 2 by 3 EI theta B plus 1 by 3 EI theta C. Okay, ഇതുപോലെ MCB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ MCB you are going to get it as 90 plus 1 by 3 EI theta B plus 2 by 3 EI theta C. Okay, അപ്പോൾ നമുക്ക് 4 ഇക്വേഷൻസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. MBAക്ക് ഒരു ഇക്വേഷൻ, MABക്ക് ഒരു ഇക്വേഷൻ, MBCക്ക് ഒരു ഇക്വേഷൻ, MCBക്ക് ഒരു ഇക്വേഷൻ. അങ്ങനെ 4 ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ ഉണ്ടാക്കുന്നത്. Okay, now we are moving to the next step, that is third step. You are going to apply joint equilibrium equations. Okay, അപ്പോൾ joint equilibrium equations പറഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് ജോയിന്റ്സ് ആണുള്ളത്. ഒന്ന് ജോയിന്റ് ബിയും ഒന്ന് ജോയിന്റ് സിയും. ഓക്കെ, എ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സപ്പോർട്ട് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ജോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ബിയും സിയും ആണ് രണ്ട് ജോയിന്റ്. അപ്പൊ ബി എന്ന് പറയുന്ന ജോയിന്റിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്തായിരിക്കും? ബിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് മൊമെന്റ് 0 ആണ്. അതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. അതായത് ഒരു ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് മൊമെന്റ് 0 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ജോയിന്റ് ഇസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പൊ ബിയിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റുകൾ എന്തൊക്കെയാണ്? MBA എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ട്, MBC എന്ന് പറയുന്ന മൊമെന്റ് ഉണ്ട്. അപ്പൊ MBAയും MBCയും കൂടി ആഡ് ചെയ്താൽ you should get 0. അപ്പോൾ MBA plus MBC equal to 0. ഇനി MBAയുടെ എന്താണ് ഇക്വേഷൻ? നമ്മൾ ഓൾറെഡി ഇവിടെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. MBA എന്ന് പറയുന്നത് 53.33 plus 2 by 3 EI theta B. അതാണ് MBAയുടെ ഇക്വേഷൻ. സിമിലർലി MBCയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -90 plus 2 by 3 EI theta B plus 1 by 3 EI theta C. ഓക്കെ, രണ്ട് ഇക്വേഷൻസ് നമ്മൾ എടുക്കുകയാണ്. ആ രണ്ട് ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യുകയാണ്. ഇത് MBAയുടെ ഇക്വേഷൻ, ഇത് MBCയുടെ ഇക്വേഷൻ. ഒരു രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്താൽ 0 എന്ന് കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ യു ക്യാൻ ഗെറ്റ് എ ഫൈനൽ ഇക്വേഷൻ ആസ് 4EI theta B plus EI theta C is equal to 110 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഇനി അടുത്ത ജോയിന്റ് എന്താണ്? C ആണ്. സോ നെറ്റ് മൊമെന്റ് ഓർ സം ഓഫ് മൊമെന്റ്സ് അറ്റ് ജോയിന്റ് C is equal to 0. എന്തായിരിക്കും വരുന്നത്? ജോയിന്റ് സിയിലുള്ള മൊമെന്റ് ആരാണ്? ഒരേ ഒരു മൊമെന്റ് ആണ് ജോയിന്റ് സിയിലുള്ളത്, ദാറ്റ് ഇസ് MCB equal to 0. അപ്പൊ എന്താണ് MCB ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 90 plus 1 by 3 EI theta B plus 2 by 3 EI theta C. അതാണ് MCB എന്ന് പറയുന്നത്. സോ 90 plus 1 by 3 EI theta B plus 2 by 3 EI theta C equal to 0. അതാണ് MCBയുടെ ഇക്വേഷൻ, that is equal to 0. അപ്പൊ അതിൽ നിന്ന് we can frame an equation like this. EI theta B plus 2 EI theta C is equal to -270. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രെയിം ചെയ്ത ഇക്വേഷൻ നമ്പർ 1 എന്നും ഈ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്താൽ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം രണ്ട് ഇക്വേഷൻസ് ആണ്. രണ്ട് ഇക്വേഷൻസിലും രണ്ട് അൺനോൺസ് ആണ് ഉള്ളത്. തീറ്റ ബിയും തീറ്റ സിയും ആണ് അൺനോൺസ്. അപ്പൊ രണ്ട് ഇക്വേഷൻസ്, രണ്ട് അൺനോൺസ് വന്നാൽ ദിസ് എ സൈമൾട്ടേനിയസ് ഇക്വേഷൻ. അപ്പൊ സൈമൾട്ടേനിയസ് ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ. ഒന്നെങ്കിൽ കാൽക്കുലേറ്റർ വെച്ച് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ ഏത് മെത്തേഡ് വെച്ച് വേണമെങ്കിലും സോൾവ് ചെയ്യാം. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, സോ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ വാല്യൂ ഫോർ തീറ്റ ബി ആൻഡ് തീറ്റ സി. അപ്പൊ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ തീറ്റ ബിയുടെ വാല്യൂ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. തീറ്റ ബി ഇസ് ഈക്വൽ ടു 70 ഡിവൈഡഡ് ബൈ EI എന്നായിരിക്കും തീറ്റ ബിയുടെ വാല്യൂ കിട്ടുന്നത്. തീറ്റ സിയുടെ വാല്യൂ കിട്ടുന്നത് തീറ്റ സി ഈക്വൽ ടു -170 ഡിവൈഡഡ് ബൈ EI. ഓക്കെ, ഇപ്പൊ രണ്ട് ഇക്വേഷൻസിനെ കാൽക്കുലേറ്റർ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ ആണ് 70 by EI ആൻഡ് -170 by EI. അപ്പൊ ഈ രണ്ട് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. MAB, MBA, MBC, MCB എന്ന് പറഞ്ഞ് 4 ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അതിലെ അൺനോൺസ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? തീറ്റ ബിയും തീറ്റ സിയും ആയിരുന്നു അതിലെ അൺനോൺസ് എന്ന് പറയുന്നത്.
ഇപ്പൊ കിട്ടിയ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ യു ക്യാൻ ഗെറ്റ് ദ ഫൈനൽ മൊമെന്റ് ആസ് MBA is equal to -3.33, MAB equal to -3.33, MBA equal to 100, MBC equal to -100 and MCB equal to 0. അങ്ങനെ ആൻസേഴ്സ് കിട്ടി. ഇനി നമുക്ക് ഇവിടെ തന്നെ ഒരു ചെക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. അതായത് നമ്മൾ രണ്ട് ജോയിന്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. എന്താണ്? ജോയിന്റ് ബിയിലുള്ള മൊമെന്റുകളുടെ സം 0 ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ജോയിന്റ് ബിയിലെ മൊമെന്റുകൾ ആരൊക്കെയായിരുന്നു? രണ്ടെണ്ണം, BAയും BCയും. BAയും BCയും കൂടി കൂട്ടി നോക്കുക. ഇത് രണ്ടും കൂടി കൂട്ടി നോക്കുമ്പോൾ ഇഫ് വി ആർ ഗെറ്റിംഗ് 0, ദാറ്റ് മീൻസ് അവർ ആൻസർ ഇസ് കറക്റ്റ്. അതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. എന്താണ്? ജോയിന്റ് സിയിലുള്ള മൊമെന്റിന്റെ സം എന്ന് പറയുന്നത് 0 ആണ്. എന്താണ് ജോയിന്റ് സിയിലുള്ള മൊമെന്റ്? ജോയിന്റ് സിയിലുള്ള മൊമെന്റ് എന്ന് പറഞ്ഞാൽ MCB ആയിരുന്നു. MCBയും എനിക്ക് 0 എന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് യുവർ ആൻസർ ഇസ് കറക്റ്റ്. ഓക്കെ, ഇത് നമുക്കൊരു ചെക്ക് ആയിട്ട് വേണമെങ്കിൽ നോക്കാം പ്രോബ്ലത്തിലേക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള മൊമെന്റ് കാൽക്കുലേഷൻ. ഇനി മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നമ്മൾ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓരോ ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും ഇപ്പൊ കിട്ടിയിരിക്കുന്ന മൊമെന്റിന്റെ ഡയഗ്രവും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വി ആർ ഗോയിങ് ടു ഡ്രോ ദ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, അപ്പൊ നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിൽ വി ഹാവ് ഗോട്ട് എ മൊമെന്റ് ആസ് 3.33 എന്ന് പറയുന്ന ഒരു മൊമെന്റ് കിട്ടി. ബി എന്ന് പറയുന്ന പോയിന്റിൽ ഐ ഗോട്ട് എ മൊമെന്റ് ആസ് 100. സി എന്ന് പറയുന്ന പോയിന്റിൽ ഐ ഗോട്ട് ദ മൊമെന്റ് ആസ് 0. അങ്ങനെ 3 മൊമെന്റ് വാല്യൂസ് കിട്ടി. ഈ 3 മൊമെന്റ് വാല്യൂസിനെ പ്ലോട്ട് ചെയ്യാം. സോ ഐ ഗോട്ട് എ ഫിഗർ ലൈക്ക് ദിസ്. ഇനി എന്ത് ചെയ്യണം? ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്പാനിൽ എന്തായിരുന്നു? ആദ്യത്തെ സ്പാനിൽ ഒരു പോയിന്റ് ലോഡ് ആയിരുന്നു. ഒരു പോയിന്റ് ലോഡ് ആണെങ്കിൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ട്രയാങ്കിൾ വിത്ത് ദിസ് ഓർഡിനേറ്റ് ആസ് WAB/L. ഓക്കെ, ഇപ്പൊ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. ദിസ് ഓർഡിനേറ്റ് ഐ എം ഗെറ്റിംഗ് ഇറ്റ് ആസ് 80. ഈ 80 എന്ന് പറയുന്നത് WAB/L ആണ്. എത്രയായിരുന്നു? W-യും A-യും B ഒക്കെ എത്രയായിരുന്നു? ക്വസ്റ്റ്യൻ നോക്കുക. W എന്ന് പറയുന്നത് 60 ആയിരുന്നു, A എന്ന് പറയുന്നത് 4 ആയിരുന്നു, B എന്ന് പറയുന്നത് 2 ആയിരുന്നു, L എന്ന് പറയുന്നത് 6 ആയിരുന്നു. സോ യൂസിങ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ ദിസ് ആസ് 80. ഓക്കെ, അപ്പൊ ഞാൻ ആ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കൂടി വരയ്ക്കുകയാണ്. പോയിന്റ് ലോഡ് വെച്ചിട്ട് 80. ഇനി സെക്കൻഡ് സ്പാനിൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് UDL. ഒരു UDL ആണ് വരുന്നതെന്നുണ്ടെങ്കിലോ, ഒരു സ്പാനിന്റെ മുകളിൽ ഇഫ് ഇറ്റ് ഇസ് എ UDL, ദ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇസ് എ പരാബോള with the ordinate WL²/8. ഓക്കെ, അപ്പോൾ ആ സ്പാനിൽ വരുന്നത് ഒരു പരാബോളയാണ്. പരാബോളയുടെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് WL²/8 ആണ്. അപ്പോൾ ഈ 135 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് WL²/8. എത്രയായിരുന്നു W എന്ന് പറഞ്ഞാൽ ആ സ്പാനിൽ 30 ആയിരുന്നു. ലെങ്ത് L എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? LS 6 meter divided by 8. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് വരച്ചു. ഇനി ഇതിൽ കോമൺ അല്ലാത്ത ഏരിയ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഫോർ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് ദിസ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. സോ ദിസ് വിൽ ബി ദ ഏരിയ ആൻഡ് ദിസ് ഏരിയ വിൽ ഗിവ് യു ദ വാല്യൂ ഫോർ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് ദിസ് സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന മൊമെന്റ് വാല്യൂസ് പ്ലോട്ട് ചെയ്യുന്നു, ഫ്രീ ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് പ്ലോട്ട് ചെയ്യുന്നു. രണ്ടിലും കോമൺ അല്ലാതിരിക്കുന്ന ഏരിയ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. ദാറ്റ് വിൽ ബി ദ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് ദ ഗിവൻ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. വിൽ ബി റൈറ്റിംഗ് ദ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ്, ദെൻ വിൽ ബി ഗോയിങ് ഫോർ ദ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ, ദെൻ വിൽ ബി ഗോയിങ് ഫോർ ദ ജോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ. അത് സോൾവ് ചെയ്യുന്നു. അൺനോൺ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള തീറ്റ എ, തീറ്റ ബി, തീറ്റ സി ഏതാണോ അൺനോൺസ് അത് കണ്ടുപിടിക്കുന്നു. അതിനെ നമ്മൾ നേരത്തെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസിലേക്ക് ഇട്ട് കൊടുക്കുന്നു. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ മൊമെന്റ് വാല്യൂസ്. ഓക്കെ, ആ മൊമെന്റ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ആ മൊമെന്റ് വാല്യൂസ് വെച്ചിട്ട് വി ക്യാൻ പ്ലോട്ട് ദ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, ഇപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. താങ്ക് യു.